വാഹനങ്ങളുള്ള ക്രൈസ് എനിക്ക് വളരെ ചെറിയ പ്രായത്തിലേ തുടങ്ങിയതാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരു കാർ ഓടിക്കുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരു കാർ ഓടിക്കുമായിരുന്നു. സിൽവർ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കീ ഒക്കെ വണ്ടിയുടെ മുകളിലാക്കി. അന്നൊരു ക്രൈസാണ്, പ്ലെയിൻ പോലെയാണ്, സ്വിച്ച് എല്ലാം മുകളിലാക്കി. നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ. അതെന്റെ സഹോദരിയുടെ വണ്ടിയായിരുന്നു, ഒരു ഫിയറ്റ് കാറാണ്. അത് വളരെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു നല്ല പയനിയറിന്റെ സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ട് അതാണ് ലൈസൻസ് ഇല്ലാതെ കുറേ നാൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്. പിന്നെ എന്നെ സത്യത്തിൽ ആദ്യമായിട്ട് ലൈസൻസ് ഇല്ലാതെ പോലീസ് പിടിക്കുന്ന ലൈസൻസ് എടുത്തതിന്റെ പിറ്റേ ദിവസമാണ്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. മാത്രമല്ല, ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണം. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിക്കണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.